പുതുക്കിയ കീം എൻട്രൻസ് ഫലം പ്രസിദ്ധീകരിച്ചു. 76,230 പേരാണ് യോഗ്യത നേടിയത്. സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ പട്ടിക തിരിച്ചടിയാണ്. ആദ്യ 100 റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ 21 പേർ മാത്രമാണുള്ളത്. നേരത്തെ ആദ്യ 100 റാങ്കിൽ 43 പേർ ഉൾപ്പെട്ടിരുന്നു. സഫാൻ കാളികാവ് ചേരുന്നു. സഫാൻ, പുതുക്കിയ ഫലം പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണത്തിൽ തന്നെ വ്യക്തമായതാണ് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്ന റിസൾട്ട് ആയിരിക്കും, ഇല്ലെങ്കിൽ വീണ്ടും പുറത്തു വരുന്നത് അത്തരത്തിലുള്ള ഫലമായിരിക്കും എന്നുള്ളത്. എങ്ങനെയാണ് പുതുക്കിയ ഫലം? മുൻപുള്ള മാനദണ്ഡ പ്രകാരമുള്ള പുതുക്കിയ എൻട്രൻസ് ഫലം പുറത്തു വന്നപ്പോൾ സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. 1ാം റാങ്ക് ഉൾപ്പെടെ മാറി. നേരത്തെ പ്രസിദ്ധീകരിച്ച റാങ്കിൽ കേരള സിലബസുകാരനായിരുന്നു 1ാം റാങ്കുകാരനായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ തിരുവനന്തപുരം സ്വദേശി ജോഷ ജേക്കബ് തോമസ് ആണ് 1ാം റാങ്ക്. നേരത്തെ 5ാമനായിരുന്നു ജോഷ. കഴിഞ്ഞ തവണ 100 കേരള സിലബസിലുള്ള 43 പേർ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ 21 പേർ മാത്രമേ ഈ പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയാം. അതായത് കേരള സിലബസിലെ കുട്ടികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതായത് ആദ്യ 100-ൽ നേരത്തെ പട്ടികയിൽ ഉണ്ടായിരുന്ന 22 പേർ പിന്തള്ളപ്പെട്ടു. നേരത്തെ 1ാം റാങ്ക് കിട്ടിയ കുട്ടിക്ക്, അതായത് സ്റ്റേറ്റ് സിലബസിലെ കുട്ടിക്ക് ഇപ്പോൾ 7ാം റാങ്കാണ്. 3ാമൻ 8ലേക്ക് മാറി. 2ാം റാങ്കുകാരന് പുതിയ ലിസ്റ്റിലും 2ാം റാങ്ക് തന്നെയാണ്. CBSE കേരള സിലബസ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇതൊരു വലിയ മാറ്റമാണെന്ന് തന്നെ പറയാം. നേരത്തെ ഉള്ള പട്ടികയെ അപേക്ഷിച്ച് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പുതിയ ലിസ്റ്റിൽ മാറ്റമില്ല. നേരത്തെ ആർ ബിന്ദു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മന്ത്രിയുടെ പ്രതികരണം തേടിയപ്പോൾ ചോദിച്ചിരുന്നു, പുതിയ ലിസ്റ്റ് പ്രകാരം കേരളത്തിലെ അല്ലെങ്കിൽ കേരള സിലബസിലെ കുട്ടികൾ പിന്നിൽ പോകാൻ സാധ്യതയില്ലേ, അവരെ ഏത് രീതിയിലാണ് സർക്കാർ പരിഗണിക്കുക എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത്, സർക്കാർ ഈ വിഷയത്തിൽ ഹൈക്കോടതി വരെ നിയമ പോരാട്ടം നടത്തി. ഇനി ഈ വിദ്യാർത്ഥികൾക്ക് കോടതിയെ സമീപിക്കാം എന്നുള്ള ഒരു മറുപടിയായിരുന്നു മന്ത്രി പറഞ്ഞത്. അത് സംബന്ധിച്ചിടത്തോളം സർക്കാർ വരുത്തിയ പുതിയ ഒരു പരിഷ്കരണം വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ഈ കീം എൻട്രൻസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് വലിയൊരു പരിഷ്കരണം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്നു. ആ നിയമ പോരാട്ടത്തിൽ സർക്കാർ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് കോടതി CBSE അനുകൂലികൾ ചോദ്യം ചെയ്യുന്നു. ഇതോടെ ലിസ്റ്റ് വീണ്ടും വരേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ കേരള സിലബസിലെ കുട്ടികൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തന്നെയാണ്. ശരി സഫാൻ.